വീണ്ടും ഒരു പെട്ടിക്കഥയുമായി എത്തുകയാണ്. തിരഞ്ഞെടുപ്പുണ്ടോ എന്നാൽ പെട്ടി മുഖ്യം. അതാണിപ്പോഴത്തെ CPIMന്റെ അവസ്ഥ. അർദ്ധരാത്രി CPIMന്റെ വാക്കും കേട്ട് ഇറങ്ങിയ പോലീസ് അക്ഷരാർത്ഥത്തിൽ മുണ്ടും മടക്കി ഓടുകയാണ് ഉണ്ടായത്. MP ഷാഫി പറമ്പിലും MLA രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസിന്റെയും പരിശോധന ഉണ്ടായത്. പാലക്കാട് പോലെ ഒരു പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ച് എന്നാൽ പെട്ടിക്കകം പരിശോധിക്കാൻ തയ്യാറാകാതെ പോകാൻ നോക്കിയ പോലീസിനോട് ഇത് പരിശോധിച്ചിട്ട് പോയാൽ മതിയെന്നായിരുന്നു നേതാക്കന്മാർ പറഞ്ഞത്. എന്തായാലും നടു റോഡിൽ മാങ്കൂട്ടവും ഷാഫിയും പോലീസിനെ വലിച്ചു കീറി ഒട്ടിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും വാഹനത്തിൽ ഉണ്ടായിരുന്നു. തെളിവുകൾ തരാമെന്നാണ് മാങ്കൂട്ടം തുറന്നടിക്കുന്നത്. തെളിവുകൾ നിരത്തിയാൽ അനാവശ്യമായി പോലീസ് നടത്തിയ ഈ നാടകത്തിന് തൊപ്പി വരെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാങ്കൂട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതായത് എന്താ സംഭവിക്കുന്നത്, ഇപ്പം ശ്രീ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു. ഇപ്പം നമ്മളെ തുടക്കം തൊട്ട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. വളരെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്? എപ്പോഴെങ്കിലും ഇവർ കൈ കാണിക്കാറുണ്ടോ? എത്ര ജനപ്രതിനിധികളൊന്ന് പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും പറയും, ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, MP-യോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു. പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ. രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറേ ആളുകളുണ്ട്. കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഇൻസൾട്ട് തന്നെയാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം. നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ. അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞ് അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതുമാണ് കണ്ണിലുള്ളത്? കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ? ആ വിഷ്വൽസൊക്കെ തരാം. ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ അതിനോട് സ്വാഭാവികമായ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ട്. അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പരാതിയെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും, അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ജനങ്ങൾ പാരിതോഷികം തരും, ജനങ്ങൾ പാരിതോഷികം കൊടുക്കും, ജനങ്ങൾ അതിൻ്റെ പാരിതോഷികം കൊടുക്കും. കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ്. അതൊരു ഇപ്പോൾ പറഞ്ഞല്ലോ, ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് ഇപ്പം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺ മാന് മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യമാണെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളെല്ലാം ഏറ്റവും സാധാരണക്കാരാണ്. എന്തിനാണ് അത് ചെയ്യുന്നത്? എന്തിനാണ് പെട്ടിയെടുത്ത് താഴെ വയ്ക്കാൻ പറഞ്ഞതിന് ശേഷം